ഒരു പടുകിളവന് വേണ്ടിയിട്ടാണ്. ഊരേറി അങ്ങനത്തെ കാര്യങ്ങളിൽ മാത്രം സിനിമാ മേഖലയിൽ എവിടെയൊക്കെയാണ് സെക്സ് റിലേറ്റഡ് സംഭവം, ചില കാര്യങ്ങൾ കണ്ടാൽ ഓട്ടോമാറ്റിക് റിയാക്ട് ചെയ്തു പോകും. ആ ഒരു വ്യക്തിയുടെ പേര് പറയാൻ പേടിയാണ്, വെറും പേടി. ഒരു മാസം വേർത്തുണ്ടാക്കുന്ന ശമ്പളം പോലും ഇതിന്റെ കൂടെ ഒന്ന് ബെഡ് ഒന്ന് ഷെയർ ചെയ്താൽ മതി എന്നുള്ള. ഹലോ ഗെയ്സ്, എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ദിനേശൻ എന്ന് പറയുന്ന ശാന്തിവിള ദിനേശൻ എന്ന് പറയുന്ന ഒരു പടുകിളവന് വേണ്ടിയിട്ടാണ്. ഇത്രയും വയസ്സായി കുഴിയിൽ പോകാൻ വേണ്ടിയിട്ട് കാല് നീട്ടിയിരുന്നിട്ടും മറ്റുള്ളവരുടെ സെക്സിന്റെ കാര്യത്തിൽ, അതായത് നമ്മൾ പ്രത്യേകിച്ച് ഈ സിനിമാ മേഖലയിൽ ഉള്ളവർ ആരൊക്കെ ആരോടൊക്കെ സെക്സ് ചെയ്യുന്നു, അവരുടെ റിലേഷൻഷിപ്പ് എന്താണ് എന്നൊക്കെ ചികഞ്ഞു നോക്കി അതിനെ പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടുവരികയും ഇദ്ദേഹം എന്തോ വലിയ സംഭവമാണ് എന്നുള്ള വിചാരത്തിൽ വന്നിരുന്ന സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ വാവിട്ട്, അതായത് ഈ ഒരു കൺട്രോൾ ഇല്ലാത്ത സാധനം എന്നൊക്കെ പറയാറില്ലേ, ആ ഒരു സാധനമാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. റീസെൻ്റ്ലി രേണു സുധിക്കെതിരെ, രേണു ഇവിടെ നിന്ന് ദുബായിൽ പോകുന്നത് സെക്സ് വർക്കിനാണ് എന്നും അദ്ദേഹത്തിന് അതിൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി പലരും റിയാക്ഷൻ ചെയ്തതാണ്. നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോയിൽ നോക്കാം. ഇദ്ദേഹം പറഞ്ഞ വീഡിയോസ് എന്താണെന്ന് നിങ്ങൾ കേൾക്കണ്ടേ, കേട്ട് നോക്കാം. സ്ഥിരമായി ഗൾഫിൽ ചുറ്റിയടിക്കുമായിരുന്നു. അങ്ങനെ കമ്പനി കൂടി, ഗൾഫിൽ ചെന്ന് കമ്പനി കൂടി ശിവാശ്രീകളൊക്കെ പോലുള്ള ഒരുപാട് കാശ് മുടക്കി വാങ്ങാവുന്ന മദ്യം വാങ്ങി ഈ സ്വീകരിച്ച് കൊണ്ടുപോകണവന്മാർ കഴിപ്പിക്കും. അങ്ങനെ ഫിറ്റായി കഴിഞ്ഞാൽ അപ്പോൾ ഈ അവതാരക ചെയ്യുന്നത് ഉടുതുണി ഊരേറി എന്നിട്ട് അങ്ങോട്ട് അമ്മാനെ നൃത്തം പാടും. ഇപ്പോൾ എന്തുകൊണ്ടോ ആ പഴയ ഗ്യാങ്ങുകൾക്കൊന്നും ഇവിടെ വേണ്ട, ചാനലുകൾക്കും വേണ്ട, ഏതാണ്ട് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. ഇത് കൊള്ളാം. ശരിക്കും പറഞ്ഞാൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത് രേണു സുധിക്കല്ല, താങ്കൾക്കാണ്. താങ്കൾ അത് മനസ്സിലാക്കാത്തതാണ്. അത് ആദ്യം താങ്കളാണ് ഒന്ന് മനസ്സിലാക്കേണ്ടത്. ഒന്നുമില്ലെങ്കിലും പറയുന്ന കാര്യങ്ങൾ കുറച്ച് പേരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നു എങ്കിൽ നമുക്ക് ഓക്കെ, അദ്ദേഹം പറയുന്നു. ഇത് അങ്ങനെയല്ല, നേരെ ഓപ്പോസിറ്റ് ആണ്. രേണു സുധിയെ ഇവിടെ നിന്നും കൊണ്ടുപോകുന്നത് അവിടെ പോയി വെള്ളം അടിക്കുകയും കൂടാതെ ഈ ഒരു വെള്ളം അടിച്ച് ലെക്ക് കിട്ടി രേണു സുധി ഇട്ടിരിക്കുന്ന സ്വയം ഡ്രസ്സ് തന്നെ സ്വയമായിട്ട് അഴിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ സ്വയം പ്രദർശനം നടത്തുകയും ചെയ്യും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെയും രേണുവിന് ദുബായിൽ നല്ല രീതിയിൽ മാർക്കറ്റ് ഉണ്ട് എന്നുള്ളതും ഇദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇനി എനിക്ക് ചോദിക്കാനുള്ള ഒരു സംശയം എന്ന് പറയുന്നത്, രേണു ഇവിടെ നിന്നും ദുബായിൽ പോകുമ്പോൾ താങ്കൾ അങ്ങ് പോകുന്നുണ്ടോ കാണാനായിട്ട്? അല്ല, ചിലപ്പോൾ മേ ബി അങ്ങനെ എങ്ങാനും പോയി അവിടെ ഈ പറയുന്ന മാസ്ക് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് രേണുവിൻ്റെ ഡാൻസോ ഇനി അല്ലാതെ വേറെ എന്തെങ്കിലും ശരീരഭാഗങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടാണ് വന്നിരുന്നത് പറയുന്നതെങ്കിൽ ശരി, നമുക്ക് കുഴപ്പമില്ല. പിന്നെ പ്രത്യേകിച്ച് താങ്കളുടെ ഈ എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഏജ്ഡ് ആയവർക്കാണ് കഴപ്പ് കൂടുതലെന്ന്. ശരിക്കും പറഞ്ഞാൽ താങ്കളുടെ കാര്യത്തിൽ, ബാക്കിയുള്ളവരുടെ കാര്യമില്ല, താങ്കളുടെ കാര്യത്തിൽ അത് കറക്റ്റാണ്. ഇപ്പോഴും ഈ വെറും കൊച്ചു പിള്ളേരുടെ, എനിക്ക് തോന്നുന്നു രേണുവിന് ഒരു 34 വയസ്സേ ആയിട്ടുള്ളൂ. ഈ ഒരു 34 വയസ്സായ ഒരു വ്യക്തിയുടെ പിറകെ നടന്ന് അവരുടെ സെക്സ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും അവരുടെ വസ്ത്രധാരണത്തെ പറ്റി സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന താങ്കളെ എന്ത് വിളിക്കണം? ശരിക്കും പറഞ്ഞാൽ അവൾക്കല്ല കഴപ്പിൻ്റെ അസുഖം, താങ്കൾക്കാണ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. നമുക്ക് എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ബാക്കി വീഡിയോസ് ഒന്ന് കണ്ടു നോക്കാം. ഫിറ്റ് ആയതിനാൽ ഈ ഗ്യാങ്ങുകൾ എൻ്റെ എന്താ പറയുക, ഞാൻ കാണിക്കുന്ന പേക്കൂത്തുകളൊക്കെ ഒരുത്തൻ ചിത്രീകരിക്കുകയാണ് എന്ന് ഈ മാഡം അറിഞ്ഞിരുന്നില്ല. അതായത് രേണു സുധി പോകുന്ന എല്ലായിടത്തും ഒരു ഒളിക്യാമറ കണ്ണ് എന്ന രീതിയിൽ ഒരാൾ ഉണ്ടായിരുന്നു. രേണു അടിച്ച് ഫിറ്റായതുകൊണ്ട് അദ്ദേഹത്തെ മനസ്സിലാക്കാനോ അതല്ലെങ്കിൽ അത് അറിയാനോ സാധിച്ചില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ മേ ബി സത്യമായിരിക്കും കേട്ടോ. കാരണം ഇദ്ദേഹത്തിന് ഇത്രയും ഗതികെട്ട കഴപ്പുള്ള സ്ഥിതിക്ക് രേണു സുധിയല്ല ഏത് പെണ്ണുങ്ങളുടെ പിറകെയും ഇദ്ദേഹം വേണമെങ്കിൽ ഒരു ഒളിക്യാമറ വിടുമായിരിക്കും. കാരണം ഇദ്ദേഹം അങ്ങനെയാണ് വന്നിരുന്ന് പറയുന്നത്. ഇദ്ദേഹം എന്തോ വലിയ സംഭവമാണ്, ഈ ഒരു കിളവൻ ഭയങ്കര സംഭവമാണ്, അത്രയും ആൾപ്പിടുത്തമുണ്ട്. ശരിയാണ് കേട്ടോ, ഇയാൾ വലിയ സംഭവമാണ്, ആൾപ്പിടുത്തൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാം ഇങ്ങനത്തെ കാര്യങ്ങളിൽ മാത്രം. സിനിമാ മേഖലയിൽ എവിടെയൊക്കെയാണ് സെക്സ് റിലേറ്റഡ് സംഭവങ്ങൾ നടക്കുന്നത്, എവിടെയൊക്കെയാണ് അത് റിലേറ്റഡ് സംസാരം വരുന്നത്, ഈ ഒരു കാര്യങ്ങൾ മാത്രമേ ഇദ്ദേഹം അന്വേഷിക്കത്തുള്ളൂ. വേറെ ഒന്നും ഇദ്ദേഹം സംസാരിക്കത്തില്ല, ഡിസ്കസ് ചെയ്യത്തില്ല, വേറെ ഒന്നും ഇദ്ദേഹത്തിന് അറിയുകയും വേണ്ട. നമുക്ക് എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ബാക്കി വീഡിയോസ് ഒന്ന് കണ്ടു നോക്കാം ഗേസ്. സഹകുടിയന്മാർ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചപ്പോൾ കെട്ടുവിടാത്ത പെണ്ണുപിള്ള അറഞ്ഞം പുറഞ്ഞം അങ്ങ് ആടി തിമിർത്തു. ഒരുപാട് വീഡിയോകൾ ഇറങ്ങിയിട്ടുണ്ട്, രഹസ്യമായിട്ടൊക്കെ കാണാൻ പലരും അയച്ചു തരാറുണ്ട്. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല. ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിൻ്റെ വാഗൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തിന് രഹസ്യമായിട്ട് കാണാനായിട്ട് ആളുകൾ അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനർത്ഥം ആ ഒരു ലെവലിലുള്ള ഫ്രണ്ട്സും കൂട്ടുകാരൊക്കെ ഇദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ്. കൂടാതെ ഇദ്ദേഹം പറയുന്ന ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്, അതായത് രേണു സുധി അവിടെ പോയി ബാറിൽ നിന്ന് ഡാൻസ് കളിച്ചത് രേണു സുധി എന്ന് പറയുന്ന ഒഫീഷ്യൽ അക്കൗണ്ടിലൂടെ രേണു ചെയ്തൊരു പ്രൊമോഷനാണ്.
അതായത് വെള്ളം അടിച്ചിട്ട് ഒരു ഡാൻസ് കളിക്കുന്നത്. അത് ഓൾറെഡി രേണു തന്നെ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ വെച്ചിട്ടാണ് രേണുവിൻ്റെ അവിടെ കണ്ടു ഇവിടെ കണ്ടു, അപ്പോൾ ഇദ്ദേഹം എന്തുമാത്രം സൂക്ഷിച്ച് ഓരോ ഭാഗങ്ങളും നിരീക്ഷിച്ചിട്ടുണ്ടാകും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ആ ഒരു വീഡിയോ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ വന്നിരുന്നു. കൂടാതെ ഫോട്ടോസ് ആയാലും രേണു തന്നെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് പല ഫോട്ടോസും. അതല്ലാതെ ഈ പറയുന്ന രേണുവിൻ്റെ എന്തെങ്കിലും വീഡിയോസോ വേറെ എന്തെങ്കിലും പോസ്റ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇദ്ദേഹം വന്നിരുന്ന് ഡയലോഗ് അടിക്കാതെ ഒരെണ്ണമെങ്കിലും പുറത്തിട്ട് കാണിക്കുകയും. രേണു ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രേണു അതിൽ അന്തസ്സായിട്ട് ഇദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് കൊണ്ടുവാ, വന്നിരുന്ന് ഡയലോഗ് അടിക്കാതെ ഈ ഒരു സാധനം പുറത്തിട്ട്. അങ്ങനെ ഇട്ടിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നതല്ലേ എൻ്റെ അപ്പുപ്പ ഇത്രയും നല്ലത്. നമുക്കെന്തായാലും ഇദ്ദേഹത്തിൻ്റെ ബാക്കി വീഡിയോസിലൊന്ന് കേട്ട് നോക്കാം ഗൈസ്. ഇപ്പോൾ ആ റോൾ ഏറ്റെടുത്തിരിക്കുന്നത് സൗജന്യം ആര് നൽകിയാലും കൈപ്പറ്റുകയും ഒരാഴ്ചക്കകം ഈ സൗജന്യം തന്നവനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായിച്ചവനെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു പുതിയ അവതാരം ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു അവതാരമുണ്ട്. ഞാൻ ബാറിൽ പോയി ബാർ ഡാൻസ് ചെയ്തു, എന്നെ റിസീവ് ചെയ്യാൻ മലയാളികൾ മത്സരിക്കുകയാണ് ഗൾഫിൽ എന്നൊക്കെ വീരവാദം അടിക്കുന്ന ഈ തൈക്കളവി. ഗൈസ്, ഈ പറഞ്ഞത് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? വെറും 20 വയസ്സ് പ്രായം മാത്രമുള്ള ഒരു യുവാവാണ്. നല്ല തൻ്റെടവും ആരോഗ്യവും നല്ല രീതിയിൽ സാമ്പത്തികവുമുള്ള നല്ല രീതിയിലുള്ള വിവാഹം ആലോചിക്കുന്ന ഒരു യുവാവ്. ഈ യുവാവാണ് രേണു സുധിയെ പറയുന്നത് തൈക്കളവി എന്നുള്ളത്. ഇതിലപ്പുറം വേറെ മറുപടി ഒന്നും പറയാൻ എനിക്കില്ല. ആക്ച്വലി ഇതിനെന്താണ് പറയേണ്ടതെന്നും ഒന്ന് പോയി അടുത്തുള്ള കണ്ണാടി, അടുത്ത് ശരിക്കും പറഞ്ഞാൽ സ്വന്തം വീട്ടിൽ കണ്ണാടി ഉണ്ടാവില്ലായിരിക്കും കേട്ടോ. അതുകൊണ്ടായിരിക്കും ഈ പറയുന്ന ഏജും ഒന്ന് തന്നെ ആ മോന്ത കണ്ടാൽ തന്നെ ഒന്ന് അപ്പുറത്തെ വീട്ടിലെങ്കിലും ജസ്റ്റ് ഒരു കണ്ണാടി ഉണ്ടോ എന്ന് നോക്കി ആ ഒരു മോന്ത തന്നെ കാണണം. അപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ഈ തൈക്കളവനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ രേണുവിനെ ഫുൾ സപ്പോർട്ട് ചെയ്ത് പറയുന്നല്ല കേട്ടോ. കാരണം ഞാൻ ചില കാര്യങ്ങൾ കണ്ടാൽ ഓട്ടോമാറ്റിക് റിയാക്ട് ചെയ്തു പോകും. ആ ഒരു സംഭവമാണ് എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. കാരണം പറയാൻ യോഗ്യതയുള്ള ഒരാൾ പറയുവാണെങ്കിൽ ശരി, ഓക്കെ, നമുക്ക് കേട്ടിട്ടിരിക്കാം. എന്തെങ്കിലും ഇത് ചുമ്മാ വായിൽ വരുന്നതെല്ലാം ശരിക്കും പറഞ്ഞാൽ വെള്ളം അടിച്ച് ഫിറ്റ് ആര്? രേണു സുധിയാണോ അതോ ഇദ്ദേഹമാണോ? എനിക്ക് സംശയമാണ്. എനിക്ക് തോന്നുന്നു ഇദ്ദേഹം വല്ല എന്താ കൂടിയ ഐറ്റം കഴിച്ചിട്ട് വായിക്ക് വെളിവില്ലാതെ വന്നിരുന്ന വായി തോന്നുന്ന എല്ലാം വിളിച്ച് പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഇദ്ദേഹത്തിന് വേറെ എന്താണ് പറയാനുള്ളത് എന്ന് നോക്കണ്ടേ? ഈ യുവാവിൻ്റെ ബാക്കി കാര്യങ്ങളൊന്ന് കേട്ടിട്ട് വരാം ഗീസ്. അടിക്കുന്ന ഈ തൈക്കളവി ഇപ്പോൾ ഗൾഫിലെ ഏജന്റുമാരുടെ ഫോണിലെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു മുഖമാണ് എന്നാണ് എനിക്ക് ദുബായിൽ നിന്ന് കിട്ടിയ ഒരു വാർത്ത. ഈ ദുബായ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തേക്കാൾ അലവലായി തന്നെ നടക്കുന്ന രാജ്യമാണ്. എന്ത് പോക്കർത്തിനും കാണിക്കാമല്ലോ, അവിടെ ഒരു ലൈസൻസും വേണ്ട. അപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു സുഹൃത്ത് അയച്ചു തന്നത്, എൻ്റെ പൊന്ന് ദിനേശേ, അദ്ദേഹത്തിൻ്റെ മറ്റേ ലവളുണ്ടല്ലോ, ലവള്, അവൾ ഇവിടെ കാണുന്ന എന്തൊക്കെയാണ് ദിനേശയെ കാണിക്കുന്നത്? മദ്യപിച്ച് ബോധം കെട്ട് ഉടുതുണി എങ്ങോട്ടൊക്കെ പോകുന്നു എന്ന് പോലും അറിയാതെ ഡാൻസ് അല്ല ശരിക്കും പറഞ്ഞാൽ ഉഡാൻസ് ചെയ്യുന്ന ക്ലിപ്പിങ്സ് ഒരു ഗൾഫ് റിട്ടേൺ എനിക്ക് കാണിച്ചു തന്നു. അതെന്താണോ തനിക്ക് തിരുവനന്തപുരത്തുകാരെ ഒരു പുച്ഛം? തിരുവനന്തപുരത്തുകാരെ കാട്ടിലും ഗതികെട്ടാണ് അവിടെ കിടക്കുന്നത് എന്ന് പറയുമ്പോൾ താങ്കൾ കേരളത്തിൽ ഏറ്റവും ഗതികെട്ട് കിടക്കുന്ന ഒരു ജില്ല എന്ന് പറയുന്നത് തിരുവനന്തപുരം എന്ന് താങ്കൾക്ക് എന്തെങ്കിലും ഉദ്ദേശമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഓപ്പൺ ആയിട്ട് പറയുക. ഇയാളെല്ലാം വന്നിരുന്ന് പറയുന്നുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം ഇത്രയും വിടുവാഴ്ത്തനങ്ങൾ കൊണ്ട് പറയുന്നുണ്ടെങ്കിലും ആ ഒരു വ്യക്തിയുടെ പേര് പറയാൻ പേടിയാണ്, വെറും പേടി. അത്രയ്ക്ക് അന്തസ്സോ അഭിമാനമോ ഉള്ള നീ ആണെങ്കിൽ പേര് പറഞ്ഞ് പറയടോ. എന്തായാലും ഇത്രയും പറയുന്നില്ലേ, പേര് പറഞ്ഞ് പറയുക, അന്തസ് കാണിക്കുക, ആണത്വം കാണിക്കുക. അതല്ലാതെ പേര് പറയാതെ ഇങ്ങനെ വന്നെന്ന് വായിട്ട് അലയ്ക്കാൻ താങ്കൾക്ക് വേറെ നാണമില്ല. ഇത്രയും ഏജ് ആയില്ലേ? അന്നെങ്കിലും നമ്മുടെ ഇത്രയും ഏജൊക്കെ ആകുമ്പോൾ നമ്മുടെ ലൈഫിൽ നിന്ന് പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന താനൊക്കെ എന്താണോ പഠിച്ചേ അല്ലെങ്കിൽ എന്താണോ മനസ്സിലാക്കിയത്? ഒരു സ്ത്രീയെ പറ്റി അപമര്യാദയായിട്ട് സംസാരിക്കുമ്പോൾ ഒരല്പം വെളിവെന്ന് പറയുന്ന സാധനം എവിടെന്ന്? എന്തായാലും കൊള്ളാം ഗീസ്. പിന്നെ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന് ഏതോ ഫ്രണ്ട് വിളിച്ചിട്ട് എൻ്റെ പൊന്നു ദിനേശ നീ ഇതൊന്ന് കണ്ടു നോക്ക്. വേറെ ഒന്നുമല്ല, ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു വീഡിയോ തന്നെയാണ്. രേണുവിൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ടിലിട്ട ആ ഒരു വീഡിയോ തന്നെയാണ്. പിന്നെ ഇദ്ദേഹം പറയുന്നത് ദുബായിലെ ഏജന്റുമാർക്ക് ഒരു മാർക്കറ്റ് വാല്യൂ ആണ് രേണു എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചിലപ്പോൾ സ്ത്രീകളാരും കാണില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കാം. കാരണം ഇതിനൊക്കെ നമ്മൾ എന്ത് പറയാനാണ്? ഇത്രയും വൃത്തികെട്ട രീതിയിൽ ആ ഒരു കാമചിന്തയോടുകൂടി സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഇദ്ദേഹത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിവ് സഹിതം വന്നിട്ട് പറയുകയാണെങ്കിൽ ന്യായം. ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് തന്നെ താങ്കൾ പറഞ്ഞ വീഡിയോനെ
ഞാൻ അറ്റാച്ച് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. അതുപോലെ താങ്കൾ രേണുവിൻ്റെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ഫോട്ടോയോ ഒരു വീഡിയോ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വച്ച് താങ്കൾ സംസാരിക്കുക. അതല്ലാതെ വന്നിരുന്ന് ഇങ്ങനത്തെ ഡയലോഗ് അടിക്കാൻ ഞാൻ ഓൾറെഡി പറയേണ്ടതല്ല, ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനായിട്ടില്ല. ഇനി ഇദ്ദേഹം ഗൾഫുകാരെ പറയുന്ന ഒരു സംഭവം കൂടി ഉണ്ട്, അതുകൂടെ കേട്ടിട്ട് നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പണം മാത്രമേ ഇവൾക്ക് ലക്ഷ്യമുള്ളൂ, എന്തിനും ഏതിനും റെഡിയാണ് എന്നാണ് ഈ ദുബായ് റിട്ടേൺ എന്നോട് പറഞ്ഞത്. ഇപ്പോൾ UAE മാർക്കറ്റ് വാല്യൂവിൽ മുന്തിയ ഐറ്റമാണത്രേ ഈ കൂതറ. ഭാര്യയുടെ കെട്ടുതാലിയും കയറി കിടക്കടവും പണയം വെച്ച് ഗൾഫിൽ പോകുന്ന ചോര നീരാക്കി സമ്പാദിക്കുന്നവന്മാർ എവളുമായി സല്ലപിക്കാൻ 1 മാസം വേർത്തുണ്ടാക്കുന്ന ശമ്പളം പോലും ചെലവിടുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഈ പറഞ്ഞത് രേണുവിനെ പറ്റി അല്ല കേട്ടോ, നമ്മുടെ ഗൾഫിൽ ദുബായിൽ പോയി ജീവിക്കുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന കുറച്ച് പേരെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് ഭാര്യയുടെ കെട്ടുതാലി വരെ പണയം വെച്ചിട്ട് രേണുവിൻ്റെ കൂടെ അഴിഞ്ഞാടാൻ, അതായത് സെക്സ് റിലേഷൻഷിപ്പിൽ ബന്ധപ്പെടാനായിട്ട് നമ്മുടെ പുരുഷന്മാർ പോകുന്നു എന്നുള്ളതാണ് ഇദ്ദേഹം വ്യക്തമാക്കുന്നത്. അതായത് 1 മാസത്തെ ശമ്പളം കൊടുത്തിട്ടാണെങ്കിലും രേണുവിൻ്റെ കൂടെ ഒന്ന് ബെഡൊന്ന് ഷെയർ ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ ഇദ്ദേഹം സംസാരിക്കുമ്പോൾ അവിടെ ഈ പറയുന്ന അവിടെ ജീവിക്കുന്ന അല്ലെങ്കിൽ അവിടെ പോയി കഷ്ടപ്പെടുന്ന ഓരോ മലയാളികൾക്കും ഇദ്ദേഹം എന്ത് വിലയാണ് കൊടുത്തിട്ടുള്ളത്? നമ്മുടെ രേണുവിനെ വെച്ച് ഇങ്ങനെ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവരെ വെച്ച് എന്തൊക്കെ പറയുന്നുണ്ടാകും? ഇദ്ദേഹത്തെ എനിക്ക് തോന്നുന്നു ഇദ്ദേഹം ഇതിലൊക്കെ അങ്ങ് മാസ്റ്റർ ഡിഗ്രി എടുത്ത ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ രേണുവിനെ നേരിട്ട് കണ്ടിട്ടുള്ളത് കൊണ്ട് പറയട്ടാ, രേണു എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ അധികം ഹൈറ്റും ഇല്ല, അധികം വണ്ണവും ഇല്ല, നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ ഒരു കൊച്ചു കുട്ടിയാണ്. ആ ഒരു ലുക്കാണ് ശരിക്കും പറഞ്ഞാൽ തോന്നിക്കുക. ആ ഒരു കുട്ടിയെ പറ്റി ഇങ്ങനെയൊക്കെ ഇത്രയും വൃത്തികെട്ട രീതിയിലൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഗെയ്സ് കേട്ടുകൊണ്ടിരിക്കുക? കാരണം രേണുവിനെ പറ്റി ചെറുതായിട്ടെങ്കിലും അല്ലെങ്കിൽ ഞങ്ങൾ ചെറിയ രീതിയിലെങ്കിലും അടുപ്പം ഉള്ളത് കൊണ്ട് തന്നെയും രേണു എന്താണെന്ന് അറിയാം, എനിക്ക് രേണു എന്താണെന്ന് അറിയാം. ആ ഒരു വ്യക്തിയെ പറ്റി ഇത്രയും മോശമായിട്ട് ചിത്രീകരിക്കുമ്പോൾ ഇതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെ ഒരു ചെറിയൊരു കുറ്റബോധം തോന്നും. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു മേ ബി ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഇതായിരിക്കും. ഇവിടെ നിന്നും കുറച്ച് ദിവസം ലീവ് എടുത്ത് ദുബായിലോ വേറെ ഏതെങ്കിലും കൺട്രീസിലൊക്കെ പോയിട്ട് അവിടെ നിന്നും ഇങ്ങനെ ഈ ക്യാഷിന് അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടി വന്ന് ഇങ്ങനെ ചെയ്യുന്നവരെ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുകയും അവരുമായിട്ട് സല്ലാപിക്കുകയും ദൂർത്തടിക്കുകയും ചെയ്യുന്നതിൻ്റെ കഴപ്പായിരിക്കും. ഒന്ന് അതായിരിക്കും, അതല്ലെങ്കിൽ ഇദ്ദേഹത്തിന് മാത്രം ഒന്നും ചെയ്യാൻ കിട്ടുന്നില്ലല്ലോ എന്നുള്ളതിൻ്റെ ആ ഒരു കടിയുമായിരിക്കും. അപ്പോൾ എന്തായാലും ഗൈസ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പറയേണ്ടതെല്ലാം നല്ല രീതിയിൽ പച്ചയ്ക്ക് തന്നെ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്കും കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ മസ്റ്റായിട്ടും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഞാൻ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് വേറൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ വന്ന കമൻറ്റ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് മുഴുവട്ടാണ് എന്നാണ് ശരിക്കും പറഞ്ഞത് നമ്മുടെ ജനങ്ങൾ പറയുന്നത്. ശരിക്കും പറയുന്നതല്ല കേട്ടോ, ശരിക്കും പറഞ്ഞാൽ അത് വാസ്തവമാണ്. നമ്മുടെ മോഹൻലാലിനെ പോലും വെറുതെ വിടില്ല എന്ന്. അദ്ദേഹം മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസ് സമയത്ത് ബിഗ് ബോസിൻ്റെ ആങ്കറായിട്ട് മോഹൻലാൽ പോയപ്പോൾ മോഹൻലാലിനെ പറ്റി പറയാത്ത ഒന്നുമില്ല. അപ്പോൾ അത്രയും ഒരു വെളിവെന്നുള്ള സാധനം ഇല്ല. ആരെ റെസ്പെക്റ്റ് ചെയ്യണം, ആരെ എന്തൊക്കെ പറയണം, എന്ത് പറഞ്ഞുകൂടാ എന്നുള്ള ആ ഒരു സാധനം ഇല്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു മൈൻഡ്, ഈ ഒരു ലെവലിൽ നിൽക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നുമില്ലെങ്കിലും കുറച്ച് പേരുടെയെങ്കിലും സപ്പോർട്ട് ഇല്ലാതെ ഇങ്ങനെ വന്നൊരു ഡയലോഗ് അടിക്കില്ലല്ലോ. എന്തായാലും ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. യൂട്യൂബിലൂടെയാണ് എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇനി അതല്ല ഫേസ്ബുക്ക് പേജിലൂടെയാണെങ്കിൽ ജസ്റ്റ് ഫോളോ ചെയ്യാനും മറക്കണ്ട. വീഡിയോ ഇഷ്ടമായാൽ ഹൈപ്പ് തന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.